നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ആസാം നാടോടി കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്. ആസാമിലെ ഒരു ഗ്രാമത്തിൽ സമ്പന്നനായ ഒരു യുവാവുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് തീരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അതിൽ അയാളുടെ ഭാര്യയ്ക്ക് വലിയ വിഷമമായിരുന്നു. ഒരു ദിവസം ഭാര്യ ഭർത്താവായ ഈ യുവാവിനോട് പറഞ്ഞു, സമ്പത്ത് മാത്രം ഉണ്ടായാൽ പോരാ, വിദ്യാഭ്യാസവും വേണം. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഗുരുകുലത്തിൽ ചേർന്ന് കുറേ കാലം പഠിക്കണം. യുവാവിന് അത് സമ്മതമായി. പിറ്റേന്ന് തന്നെ അയാൾ ഗുരുകുലത്തിൽ പഠിക്കുവാൻ ചേർന്നു. പഠനത്തിൻ്റെ കാലാവധി 1 കൊല്ലമായിരുന്നു. ഗുരുനാഥൻ നിലം ഉഴാനും വിത്തു വിതയ്ക്കുവാനും കൊയ്യാനും പഠിപ്പിച്ചു. എന്നെ കൃഷിപ്പണി പഠിപ്പിച്ചതിന് നന്ദി. എനിക്ക് എന്തെങ്കിലും ഉപദേശം കൂടി തന്നാലും. പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുവാനുള്ള സമയമായപ്പോൾ യുവാവ് ഗുരുനാഥനോട് അപേക്ഷിച്ചു, നിനക്ക് പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ ഞാൻ തരാം. അത് ഇങ്ങനെയാണ്. 1. ദരിദ്ര ബന്ധുക്കളെ കൂടെ താമസിപ്പിക്കരുത്. 2. പുതുപ്പണക്കാരിൽ നിന്ന് കടം വാങ്ങരുത്. തറവാടിയിൽ നിന്നേ കടം വാങ്ങാവൂ. 3. സ്ത്രീകളോട് രഹസ്യം പറയരുത്. 4. രാജാവിനോട് കളവ് പറയരുത്. ഗുരുനാഥൻ യുവാവിനെ അനുഗ്രഹിച്ച് ഈ 4 ഉപദേശങ്ങൾ നൽകി പറഞ്ഞയച്ചു. 1 കൊല്ലം കൊണ്ട് താൻ പഠിച്ചത് ഇതുമാത്രമാണല്ലോ എന്നോർത്തപ്പോൾ യുവാവിന് വിഷമം തോന്നി. ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടോ? എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക തന്നെ ആ യുവാവ് തീരുമാനിച്ചു. ആദ്യം അയാൾ ചെയ്തത് തൻ്റെ ഭൂമിയിൽ കൃഷി ഇറക്കുകയായിരുന്നു. പിന്നെ അയാൾ തൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു ദരിദ്രയായ വൃദ്ധയെയും മകളെയും തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അയാളുടെ അയൽവക്കത്ത് ഒരു പുതുപ്പണക്കാരനുണ്ടായിരുന്നു. അയാളെ ചെന്നുകണ്ട് 10 രൂപ കടം ചോദിച്ചു. ഇന്ന് രൂപ ഇരിപ്പില്ല കേട്ടോ, നാളെ വരൂ, പുതുപ്പണക്കാരൻ പറഞ്ഞു. പക്ഷേ പിറ്റേന്ന് യുവാവ് ചെന്നപ്പോൾ പുതുപ്പണക്കാരൻ ഇതുതന്നെ പറഞ്ഞു. അയാൾ പല ദിവസം പണത്തിനായി ചെന്നു. ഒടുവിൽ ഒരു ദിവസം പുതുപ്പണക്കാരൻ പറഞ്ഞു, പണം തരാം, പക്ഷേ പണം കടം വാങ്ങിയെന്ന് എഴുതി ഒപ്പിട്ട് തരണം. അയാൾ അങ്ങനെ തന്നെ ചെയ്ത് പണം കടം വാങ്ങി. അയാളുടെ വീടിനടുത്ത് ഒരു തറവാടി ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഈ യുവാവ് തറവാടിയെ ചെന്ന് കണ്ടു. 10 രൂപ കടം ചോദിച്ചു. ഉടനെ തന്നെ തറവാടി 20 രൂപ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, പണം തിരിച്ചു തരാൻ ബുദ്ധിമുട്ടണ്ട, കിട്ടുമ്പോൾ തന്നാൽ മതി. ഒരു ദിവസം യുവാവ് പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മയിൽ അവിടെ വന്നിറങ്ങി. അത് ആ നാട്ടിലെ രാജാവിൻ്റെ മയിലായിരുന്നു. യുവാവ് അതിനെ പിടിച്ച് ഒരു മാളത്തിനകത്തിട്ട് അടച്ചു. എന്നിട്ട് ഏതാനും പക്ഷികളെ കൊന്ന് തൂവൽ കളഞ്ഞ് വെട്ടി നുറുക്കി ഇറച്ചിയാക്കി വീട്ടിൽ കൊണ്ടുപോയി. ഇറച്ചിപ്പൊതി ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ നാട്ടിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർത്തുന്ന മയിലിൻ്റെ ഇറച്ചിയാണ്. അത് പാടത്ത് വന്നപ്പോൾ ഞാനതിനെ പിടിച്ച് കൊന്ന് അതിൻ്റെ ഇറച്ചി എടുത്തതാണ്. പുറത്ത് പറഞ്ഞേക്കല്ലേ, എൻ്റെ തല പോകും. ഭാര്യ അത് രഹസ്യമാക്കി വെച്ചില്ല. അവൾ കൂടെ താമസിക്കുന്ന വൃദ്ധയ്ക്ക് ഇറച്ചി കൊടുത്തിട്ട് പറഞ്ഞു, മയിലിറച്ചിയാ കേട്ടോ. എവിടുന്നാ? വൃദ്ധ ആകാംക്ഷയോട് ചോദിച്ചു. രാജാവിൻ്റെ മയിൽ പാടത്ത് വന്നപ്പോൾ പിടിച്ചതാണ്, ആരോടും പറയല്ലേ. നല്ല കാര്യമായി, ഞാൻ പറയൂ. പക്ഷേ വൃദ്ധയുടെ നാവ് വെറുതെ ഇരുന്നില്ല. ആ വൃദ്ധയുടെ മകളോട് പറഞ്ഞു. മകൾ അയൽക്കാരോട് പറഞ്ഞു. അങ്ങനെ രഹസ്യം നാട്ടിൽ പാട്ടായി. അത് മയിലിനെ അന്വേഷിച്ച് നടന്ന രാജഭടന്മാരുടെ കാതിലെത്തി. ഭടന്മാർ യുവാവിൻ്റെ വീട്ടിലെത്തി. ആ യുവാവിനെ പിടികൂടി. എന്നെ നിങ്ങൾ പിടിച്ചുകൊണ്ടുപോകുന്നത് എൻ്റെ അയൽക്കാരെ ഒന്നറിയിക്കാൻ അനുവദിക്കണം. യുവാവ് ഭടന്മാരോട് അപേക്ഷിച്ചു. അവർ സമ്മതിച്ചു. യുവാവ് ഭടന്മാരെയും കൊണ്ട് പുതുപ്പണക്കാരൻ്റെ വീട്ടിൽ ചെന്നു. പുതുപ്പണക്കാരൻ ഭടന്മാരോട് പറഞ്ഞു, ഇവൻ മഹാകള്ളനാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇവൻ 10 രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. ഇവന് നല്ല ശിക്ഷ കൊടുക്കാൻ ഞാനും രാജാവിനോട് അപേക്ഷിക്കാം. പിന്നീട് അവർ തറവാടിയുടെ വീട്ടിൽ ചെന്നു. യുവാവിനെ കണ്ട് തറവാടി സങ്കടത്തോടെ ഓടിച്ചെന്നു. നല്ലവനായ നിന്നെ എന്തിനാണ് രാജഭടന്മാർ പിടിച്ചത്? നിന്നെ തെറ്റിദ്ധരിച്ചു പിടിച്ചതാകും. ഞാനും നിന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരാം. നിന്നെ വെറുതെ വിടാൻ രാജാവിനോട് ഞാൻ അപേക്ഷിക്കാം. തറവാടി യുവാവിനോടൊപ്പം കൊട്ടാരത്തിലേക്ക് നടന്നു ചെന്നു. ഭടന്മാർ യുവാവിനെ രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കി. ഈ യുവാവ് നിരപരാധിയാണ്. തറവാടി രാജാവിനോട് പറഞ്ഞു, അല്ല, ഇയാൾ കള്ളനും ചതിയനുമാണ്. രാജാവിൻ്റെ മയിലിനെ കൊന്നു തിന്നത് ഇവൻ തന്നെയാണ്. പുതുപ്പണക്കാരൻ രാജാവിനോട് പറഞ്ഞു. എന്താണ് നിനക്ക് പറയാനുള്ളത്? രാജാവ് ചോദിച്ചു. പുതുപ്പണക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ കള്ളനാണ്, യുവാവ് പറഞ്ഞു. ഇവനെ കുന്തത്തിൽ തറയ്ക്കട്ടെ, രാജാവ് കൽപ്പിച്ചു. ഭടന്മാർ യുവാവിനെ കുന്തത്തിൽ തറയ്ക്കാൻ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അയാൾ ഉറക്കെ പാടാൻ തുടങ്ങി. ഗുരുവചനം എത്രയോ സത്യം. ആ പാട്ട് ഇതാണ്. ഗുരുവചനം എത്രയോ സത്യം, രഹസ്യം സ്ത്രീകളോട് പറയരുത്, ദരിദ്രരെ കൂടെ പൊറുപ്പിക്കല്ലേ, തറവാടിയോടെ കടം കൊള്ളാവൂ, പുതുപ്പണക്കാരനെ നമ്പരുതേ, രാജാവിനോട് നുണ പറയരുത്,
ഇങ്ങനെ അയാൾ ആ പാട്ടുപാടി. അത് കേട്ട് തറവാടി രാജാവിനോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ പാടുന്നത് കേട്ടില്ലേ, അതിലെന്തോ പൊരുളുണ്ട് രാജാവേ, ദയവ് ചെയ്ത് അതൊന്ന് ചോദിച്ചു മനസ്സിലാക്കിയാലും. രാജാവ് ഉടനെ തന്നെ യുവാവിനെ തിരിച്ചു വിളിപ്പിച്ചു. എന്താണ് നീ പാടിയതിൻ്റെ പൊരുൾ? രാജാവ് ചോദിച്ചു. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ വചനങ്ങൾ പരീക്ഷിച്ചു നോക്കുകയായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് രഹസ്യം സൂക്ഷിക്കാനായില്ല. കടക്കാരനായ എന്നെ പുതുപ്പണക്കാരൻ അപമാനിച്ചു. എന്നാൽ തറവാടി എന്നെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നു. അങ്ങയോട് ഞാൻ നുണ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതം അപകടത്തിലാക്കി. എൻ്റെ ഗുരു പറഞ്ഞത് എത്ര സത്യമാണെന്ന് ഞാൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയായിരുന്നു. രാജാവേ, അങ്ങയുടെ മയിൽ എൻ്റെ പാടത്തെ ഒരു മാളത്തിൽ സുരക്ഷിതമായിരിപ്പുണ്ട്. കടം വാങ്ങിയ പണം ഞാൻ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. ഞാനത് ഉടനെ തിരികെ കൊടുക്കാം. അനുഭവത്തിലൂടെ ഗുരുവചനം മനസ്സിലാക്കിയ യുവാവിനെ രാജാവിന് വളരെ ഇഷ്ടമായി. ഉടനെ തന്നെ രാജാവ് അയാളെ രാജ്യസഭയിൽ അംഗമാക്കി. ആ ചെറുപ്പക്കാരനെ പഠിപ്പിച്ച ഗുരുവിനെ രാജാവിൻ്റെ ആസ്ഥാന ഉപദേശകരുമാക്കി. ഈ കഥ ഇത്രമാത്രം. ഇത് ആസാമിലെ ഒരു നാടോടി കഥയാണ്. കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.